വിമൻ ഇൻ സിനിമ കളക്റ്റീവോ അതോ വിമൻ കളക്റ്റീവ് ഇൻ സിനിമയോ സംതിങ്, അവരൊക്കെ കൂടെ ഒരു ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് തണുപ്പിക്കാനായിട്ട് സർക്കാർ ഒരു ഹേമ കമ്മീഷനെ വെച്ചു. ജസ്റ്റിസ് ഹേമ ഇതിലൊക്കെ മിടുക്കിയാണ്. ജസ്റ്റിസ് ഹേമയാണ് നമ്മളുടെ അഭയ കേസിൽ ഫാദർ കോട്ടൂരിനും ആ കന്യാസ്ത്രീക്കുമൊക്കെ ജാമ്യം കൊടുത്ത ജഡ്ജിയാണ് ജസ്റ്റിസ് ഹേമ. ജാമ്യം കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. ജാമ്യം ജസ്റ്റിസ് ബസന്ത് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് തൻ്റെ ബെഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യിച്ചിട്ട് ഹേമ ജാമ്യം കൊടുത്തു കോട്ടൂരിനും ബാക്കി കൂട്ടാളികൾക്ക്. അങ്ങനെ ചെയ്തു. ജസ്റ്റിസ് ബസന്തിനത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു, ചിലരുടെ ദുശാഠ്യം നിയമത്തെ മറികടക്കുന്ന അവസ്ഥ വരരുത് എന്ന് പറഞ്ഞു. ഹേമ അതിന് തിരിച്ചടിച്ചു. ജസ്റ്റിസ് ഹേമ തിരിച്ചടിച്ചു. ഈ ബെയിൽ ബെഞ്ച് എന്ന് പറഞ്ഞൊരു ബെഞ്ചില്ല. ഏത് ജഡ്ജിക്കും ബെയിൽ കേൾക്കാവുന്നതാണ്. ശരിയുമാണ് കേട്ടോ. ടെക്നിക്കലി ഷീ ഈസ് റൈറ്റ്. ബട്ട് ടേക്കിംഗ് ഔട്ട് എ കേസ് വിച്ച് ഈസ് ബീയിങ് കൺസിഡേർഡ് ബൈ ജസ്റ്റിസ് ബസന്ത്, ഇത്രയും സെൻസിറ്റീവായ കേസ്, ഈ സ്ത്രീപക്ഷ റിപ്പോർട്ട് കൊടുത്ത ജഡ്ജിയുടെ പഴയകാല പെരുമാറ്റമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ സിസ്റ്റർ അഭയ മരിച്ച കേസിൽ അവർക്ക് ഒരിടത്തും അവർക്ക് ജാമ്യം കിട്ടുന്നില്ല. ജസ്റ്റിസ് ഹേമ ആ കേസ് ബെഞ്ചിൽ വിളിച്ചു വരുത്തിയിട്ട് ജാമ്യം കൊടുത്തു. അങ്ങനെ കൊടുത്ത ജസ്റ്റിസാണ് ജസ്റ്റിസ് ഹേമ. അവരാണ് ഇപ്പോൾ സിനിമാ രംഗം നന്നാക്കാനായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഐ എം നോട്ട് കാസ്റ്റിംഗ് എനി ആസ്പിറേഷൻസ് ഓൺ ജസ്റ്റിസ് ഹേമ കേട്ടോ. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല, അവരുടെ കേപ്പബിലിറ്റിയെ പറ്റി എനിക്ക് സംശയവുമില്ല. പക്ഷേ ഈ അനാവശ്യമായിട്ട് അതിലിങ്ങനെ സ്ത്രീകൾ നിർമ്മിച്ച സിനിമയ്ക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണം, ഇതൊക്കെ റെക്കമെൻഡേഷനുണ്ട്. ഇതൊക്കെ എന്ത് പരിപാടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ സ്ത്രീകൾ നിർമ്മിച്ച സിനിമയ്ക്ക് പ്രത്യേക അവാർഡ് കൊടുക്കുന്നു. പിന്നെ കോങ്കണ്ണന്മാർ നിർമ്മിച്ച സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണ്ടേ? കോങ്കണ്ണുള്ളതുകൊണ്ടാണോ അവരെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ അവർക്ക് ഒരു 5% അവാർഡ് അവർക്ക് കൊടുക്കണം. കണ്ണുപൊട്ടന്, ചെവി കേൾക്കാത്തവന്, മുടന്തന്, വികലാംഗന്മാർക്കുള്ള ഇപ്പോൾ ദിവ്യാംഗ, നിങ്ങൾക്ക് നരേന്ദ്രമോദി പറഞ്ഞു ദിവ്യാംഗന്മാർക്ക് സംവരണം കൊടുക്കണം അവാർഡ്. വാട്ട് എ ഫൂളിഷ് തിങ് ടു ഡു. അതാണ് ഞാൻ പറഞ്ഞത്, നടപ്പാകാത്ത ഒരു കാര്യം അത് ഭംഗിയായിട്ട് 235 പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഭംഗി എഴുത്തിൽ പോലും അത്ര ഭംഗിയില്ല. വെറുതെ കുറേ ഓസ്കാർ വൈൽഡിൻ്റെ കൊട്ടേഷൻ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ സ്ത്രീകളെ പുകഴ്ത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് എന്തോ നഷ്ടപ്പെടുന്നു. ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫോർ വിച്ച് യു ഡോണ്ട് ഹാവ് എനി ലീഗൽ റെമഡി. എൻ്റെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് ഹേമ ആദ്യം പറയേണ്ടിയിരുന്നത്, ഞാൻ ഈ കമ്മീഷനിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഞാൻ കണ്ടു, ഈ കമ്മീഷനിൽ ഞാൻ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദിസ് ഈസ് ബിയോണ്ട് ലോ. കൾച്ചറിൻ്റെ ഏരിയയിലാണ് ഈ കല എന്ന് പറയുന്നത് നിൽക്കുന്നത്. ആർട്ട് എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിയമം നടപ്പിലാക്കാൻ സാധ്യമല്ല. ഒരാൾ ഇന്ന ചിത്രം വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? എന്താ ഈ പറയുന്നത്? ചിത്രം വരയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ടാകും, ചായ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഈ പ്രൊപ്പോർഷൻ വയ്ക്കണം, അതിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം. ഇതൊന്നും ശരിയല്ല. രാഷ്ട്രീയ രംഗത്തെ ഇക്വേഷൻസ് കലാരംഗത്ത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ബഹളം വയ്ക്കാൻ ഒരു റിപ്പോർട്ടായി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല.